ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അച്ഛൻ ഇന്ന് നല്ല വാള മീൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇത് ഫ്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട, വെറൈറ്റി ആയിട്ട് നമുക്കൊരു കറി വെക്കാമെന്ന്. പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മളപ്പോൾ മീനിലോട്ട് ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്തു, അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പാനിലായതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ മതിയാവും ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട്. ഈ മിക്സിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പാന് ചൂടായി വരുമ്പോൾ മീൻ എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത മീൻ മാറ്റി വെച്ചതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം പാൻ എടുത്തു, അതിൽ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പെരിഞ്ജീരകം, പിന്നെ നമ്മൾ കറിവേപ്പില. പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ ചതച്ച പേസ്റ്റാണിത്. ഇഞ്ചി മാത്രം മതി, വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഇത് മൂന്നും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഇഞ്ചിയും പെരിഞ്ജീരകവും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലോട്ട് ഞാൻ 2 സവാളയാണ് ആഡ് ചെയ്യണത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സവാള വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നിറയെ ഗ്രേവി വേണമെങ്കിൽ നിറയെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇനി നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അങ്ങനെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പാകമാകുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള 2ാം പാലാണിത്. ആ 2ാം പാലാണ് ഈ ഒരു ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ 2ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും പിന്നെ അതുപോലത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. സോറി, ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. വറുത്ത മീൻ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായി തിളയ്ക്കാൻ വേണ്ടി വെക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ 1ാം പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.